ഇന്നത്തെ ഞായറാഴ്ച വളരെ പെട്ടെന്നാട്ടോ അങ്ങ് തീർന്നു പോയത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചതിന് ശേഷം ഞാൻ അതിന് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുവാട്ടോ. കസിന്റെ കല്യാണവും ഓണവും അങ്ങോട്ട് അടുപ്പിച്ചടുപ്പിച്ച് വന്നുകൊണ്ട് തന്നെ കുറച്ചധികം ഷോപ്പിംഗ് ഇന്ന് ചെയ്യാനുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ എല്ലായിടത്തും വല്ലാത്തൊരു ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഒരു കണക്കിനാണ് നമ്മളിതേ വൈറ്റിൽ വരെ എത്തിയത് കേട്ടോ ഓട്ടോയ്ക്ക്. ഹബ്ബിന്ന് ബസ് കയറി നമ്മൾ നേരത്തെ എറണാകുളത്തേക്കാട്ടോ പോകുന്നത്. ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് എറണാകുളത്ത് നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് പറയുന്നത് ബ്രോഡ്വേയിലുള്ള രാധാകൃഷ്ണയാണ് കേട്ടോ. നമ്മൾ എന്തായാലും കറക്റ്റ് സ്ഥലത്ത് തന്നെ ഇവിടെ എത്തിപ്പെട്ടത്. കാരണം നല്ല തിരക്കായിരുന്നു നമ്മൾ എത്തിയ സമയത്ത്. ഇവിടെ ആദ്യം നമ്മൾ കസിന്റെ കല്യാണത്തിൽ എടുക്കാനുള്ള സാരി ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സാരിയുടെ സെക്ഷനിലാണെങ്കിൽ ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് സമാധാനത്തോടുകൂടി സാരിയൊക്കെ നോക്കാൻ വേണ്ടി പറ്റി. അമ്മയ്ക്കാണെങ്കിൽ കല്യാണത്തിൽ എടുക്കാനായിട്ട് ഈ കാണുന്ന സാരി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. ഇത്തവണത്തെ ഷോപ്പിങ്ങിനാണെങ്കിൽ ഞങ്ങളുടെ കൂടെ അച്ഛനുണ്ടായിരുന്നുണ്ട്. അച്ഛൻ ഷോപ്പിങ്ങിനുള്ളപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ കുറഞ്ഞു കിട്ടും. കാരണം അച്ഛൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും ഏതാ നല്ലതെന്നൊക്കെ. എന്തായാലും അച്ഛന് നല്ല പോസ്റ്റായിട്ട് ഞാനും അമ്മയും കൂടി കൊടുത്തത് ഒരു സാരി നോക്കാൻ വേണ്ടി കയറിയിട്ട്. ദെൻ സാരിയൊക്കെ ബില്ല് ചെയ്തതിനു ശേഷം നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാട്ടോ പോയത്. കാരണം ഇവിടുന്ന് കുറച്ച് ഐറ്റംസും കൂടി ഇനിയും വാങ്ങിക്കാനുണ്ട്. ഇവിടുന്ന് തന്നെ നമ്മൾ അച്ഛൻ 2 ഷർട്ടും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഓണത്തിന് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനൊക്കെ ആയിട്ട്. ഇനിയുള്ളത് പിന്നെ ലൈനിങ് മെറ്റീരിയൽസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ലൈനിങ് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോയത്. കാരണം അതല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് വേറെ ദിവസം ഇറങ്ങേണ്ടി വരും. ഇനി എനിക്കൊരു ബ്ലൗസ് പീസും കൂടി നോക്കാനുണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി എൻ്റെ ഒരു സാരി ഇരിപ്പുണ്ട്. അപ്പോൾ ആ സാരിക്ക് വെച്ചൊരു ബ്ലൗസ് പീസ് നോക്കിയാട്ടോ ഇറങ്ങിയത്. ലാസ്റ്റ് ഞാൻ ഇത് തന്നെ ഫൈനലൈസ് ചെയ്തിട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനുണ്ടായിരുന്നുള്ളൂ. ദെൻ ബില്ല് അടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബ്രോഡ്വേ തന്നെ ഒരു കടയിൽ കയറിയിട്ട് നമ്മളിത് ബിരിയാണി കഴിക്കാനായിട്ട്. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.